ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ടീച്ചിങ് നോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന കോൺസെപ്റ്റ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നതാണ്. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് ജനറൽ ഇൻക്രീസ് ഇൻ ദ പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓവർ ദ ടൈം. അതായത് കാലക്രമേണ ഒരേ സാധനങ്ങളുടെ അല്ലെങ്കിൽ സാധനങ്ങളുടെ സർവീസസിൻ്റെയും വില കണ്ടിന്യൂസ് ആയിട്ട് വർദ്ധിക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ന് നമ്മൾ അല്ലെങ്കിൽ പണ്ട് നമ്മൾ വളരെ കുറഞ്ഞ പൈസയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്ന സാധനങ്ങൾക്ക് ഇന്ന് നമുക്ക് വളരെ അധികം വില കൂടുതൽ കൊടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഞാനിവിടെ 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എക്സാമ്പിളിലൂടെ ഈ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് നോക്കാം. ആദ്യം കൊടുത്തിരിക്കുന്ന എക്സാമ്പിളിനകത്ത് നമുക്ക് കാണാം, ഒരു പ്ലേറ്റ് ബിരിയാണിക്ക് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ എന്ത് കൊടുക്കേണ്ട വന്നുള്ളൂ, 120 രൂപയെ കൊടുക്കേണ്ട വന്നുള്ളൂ. എന്നാൽ ഈ വർഷം അതേ ബിരിയാണിക്ക് എന്ത് സംഭവിക്കുന്നു, 150 രൂപ കൊടുക്കേണ്ട വരുന്ന ഒരു സിറ്റുവേഷൻ. അതായത് 30 രൂപ ഒരു വർഷം കൊണ്ട് ഒരു ബിരിയാണിക്ക് എന്ത് സംഭവിച്ചു, 30 രൂപയുടെ ഇൻക്രീസ് ഉണ്ടായി. ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പണ്ട് അതായത് കഴിഞ്ഞ വർഷം 2025 120 രൂപ കൊടുത്താൽ മതിയായിരുന്നെങ്കിൽ ഇന്ന് അതേ ബിരിയാണിക്ക് എനിക്ക് എന്ത് സംഭവിക്കുന്നു, 150 രൂപ കൊടുക്കേണ്ട വരുന്ന ഒരു സിറ്റുവേഷൻ. അതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിളോടെ കൊടുത്തിട്ടുണ്ട്. പണ്ട് എനിക്ക് 100 രൂപയ്ക്ക് അല്ലെങ്കിൽ 1-2 വർഷം മുമ്പ് എനിക്ക് 100 രൂപയ്ക്ക് പാലും ബ്രെഡും സ്നാക്സും വാങ്ങാമായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് അതേ 100 രൂപയ്ക്ക് എന്തേ വാങ്ങാൻ വേണ്ടി പറ്റുന്നുള്ളൂ, പാലും അതുപോലെ തന്നെ ബ്രെഡും മാത്രമേ വാങ്ങാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതുവഴി എന്ത് സംഭവിക്കുന്നു, സാധനങ്ങളുടെ വില കൂടി എന്ത് സംഭവിക്കുന്നു, പണത്തിൻ്റെ മൂല്യം കുറയുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പർച്ചേസിങ് പവർ കുറയുകയാണ്. 100 രൂപയ്ക്ക് എനിക്ക് പണ്ട് 3 സാധനങ്ങൾ വാങ്ങാമായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് 100 രൂപയ്ക്ക് എന്തേ പറ്റുന്നുള്ളൂ, 2 സാധനങ്ങൾ മാത്രമേ വാങ്ങാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ഇൻഫ്ലേഷൻ എന്തിലേക്ക് നയിക്കും, പർച്ചേസിങ് പവർ കുറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നയിക്കും. അതായത് ഇൻഫ്ലേഷൻ കൂടുമ്പോൾ നമ്മുടെ പർച്ചേസിങ് പവർ എന്ത് സംഭവിക്കുന്നു, കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സാധനങ്ങളുടെ വില കണ്ടിന്യൂവസ് ആയിട്ട് കൂടുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിയിരുന്ന സാധനത്തിന് ഇന്ന് നമ്മൾ 120 രൂപ കൊടുക്കേണ്ട സിറ്റുവേഷൻ, അല്ലെങ്കിൽ പണ്ട് നമുക്ക് 100 രൂപയ്ക്ക് 3 ഐറ്റംസ് വാങ്ങാമായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് വെറും 2 ഐറ്റംസ് വാങ്ങാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇൻഫ്ലേഷൻ വഴി എന്ത് സംഭവിക്കും, ഇൻഫ്ലേഷൻ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, നമ്മുടെ പർച്ചേസിങ് പവർ കുറയും. പർച്ചേസിങ് പവർ കുറയുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നു, നമുക്ക് ആ എമൗണ്ട് കൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന നമ്മുടെ ആ ഒരു കപ്പാസിറ്റി എന്ത് ചെയ്യുകയാണ്, കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പം ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇൻഫ്ലേഷന് റീസൺസ് നോക്കാം. 4 റീസൺസ് ആണ് മേജറായിട്ട് വരുന്നത്. ഒന്നാമത്തേത് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, സാധനങ്ങളുടെ ഡിമാൻഡ് കൂടുന്നത്. ഗുഡ്സിൻ്റെയോ സർവീസസിൻ്റെയോ ഡിമാൻഡ് കൂടുകയാണ്, എന്നാൽ പക്ഷേ അതിൻ്റെ സപ്ലൈ ഇല്ല, സാധനം നമുക്ക് ലഭ്യമല്ല. പക്ഷേ സാധനങ്ങൾക്ക് ആൾക്കാർക്ക് ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പം ആൾക്കാർ അതിനെ കൂടുതൽ ആവശ്യപ്പെടുമ്പോൾ എന്താ സംഭവിക്കും, ഡിമാൻഡ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പ്രൈസ് കൂടാനുള്ള സിറ്റുവേഷൻ അല്ല സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്നത്. ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി നമുക്കുണ്ടാവുന്ന ചിലവുകൾ കൂടുന്നു. ആ ചിലവുകൾ കൂടാനുള്ള റീസൺ അതിന് റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് കൂടുന്നതാവാം, അതല്ലെങ്കിൽ ലേബർ കോസ്റ്റ് കൂടുന്നതാവാം. ഇതെല്ലാം അൾട്ടിമേറ്റ്ലി എന്തിലേക്ക് നയിക്കും, ആ സാധനത്തിൻ്റെ വിലയിലേക്ക് ഇൻഡയറക്ട്ലി നയിക്കും. അതായത് നമ്മൾ ആ പെർട്ടിക്കുലർ സാധനം, ഇപ്പോൾ ഒരു ബുക്ക് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടുത്തെ തൊഴിലാളികൾ അല്ലെങ്കിൽ ആ ബുക്ക് മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്തെ ആൾക്കാർ തൊഴിലാളികളുടെ ലേബർ കോസ്റ്റ് കൂടുമ്പോൾ ആ ലേബർ കോസ്റ്റ് ഓട്ടോമാറ്റിക്കലി എന്തിലേക്ക് റിഫ്ലക്റ്റ് ആവും, ആ ബുക്കിൻ്റെ പ്രൈസിലേക്ക് റിഫ്ലക്റ്റഡ് ആവും. അത് ഒരു റീസണാണ്. മൂന്നാമതായിട്ട് പറയുന്നത് റൈസ് ഇൻ ഫ്യൂവൽ പ്രൈസ്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഫ്യൂവൽ പ്രൈസ് കൂടുന്നത്, ഇന്ധന വില കൂടുന്നത്, പെട്രോളിൻ്റെയോ ഡീസലിൻ്റെയോ ഒക്കെ പ്രൈസസ് കൂടുന്നത് നമ്മുടെ ഇൻഫ്ലേഷനിലേക്ക് നയിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തു, ബുക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ആ പ്രൊഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ആ മാനുഫാക്ചർ ചെയ്തെടുത്തത് നമുക്ക് ആ സാധനം എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിൻ്റെ അടുത്തിലേക്ക് എത്തിക്കണം. അപ്പം എത്തിക്കണമെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആവശ്യമാണ്. അപ്പോൾ ഈ ഫ്യൂവൽ പ്രൈസ് ഓട്ടോമാറ്റിക്കലി കൂടുമ്പോൾ അത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിലേക്കും റിഫ്ലക്റ്റഡ് ആവും. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടും. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മാനുഫാക്ചററെ സംബന്ധിച്ച് അത് അഫോർഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കലി ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിലേക്ക് ഇൻക്ലൂഡ് ആകും. അങ്ങനെ സാധനങ്ങളുടെ വില കൂടും. അത് മറ്റൊരു റീസണാണ്. ഇനി 4ാമത്തെ റീസൺ എന്ന് പറയുന്നത് മണി സപ്ലൈ എക്സസ് ആവുന്നത്, എക്സസ് മണി സപ്ലൈ. അതായത് എക്കോണമിയിൽ പ്രൈസ് നമുക്ക് ക്യാഷ് കൂടുതൽ അവൈലബിൾ ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ആൾക്കാർ കൂടുതൽ സ്പെൻഡ് ചെയ്യും. ഒരുപാട് സ്പെൻഡ് ചെയ്യാനായിട്ട് ആൾക്കാർ, അതായത് നമ്മുടെ കയ്യിൽ ഓട്ടോമാറ്റിക്കലി ക്യാഷ് ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ സ്പെൻഡ് ചെയ്യും.
കൂടുതൽ സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആൾക്കാർ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. അപ്പം ആൾക്കാർ മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് എന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നാച്ചുറലി അവരെന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അങ്ങനെയും സാധനങ്ങളുടെ വില ഇൻക്രീസ് ആവും. അപ്പം ഈ 4 കാരണങ്ങളാണ് മേജറായിട്ട് എന്ത് സംഭവിക്കുന്നത്? ഇൻഫ്ലേഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയായിട്ട് കണക്കാക്കുന്നത്. അതായത് ഇൻക്രീസിങ് ഡിമാൻഡ്, സാധനങ്ങളുടെ ഡിമാൻഡ് കൂടുന്നത്, പക്ഷേ സപ്ലൈ അതിനനുസരിച്ചില്ല. 2, പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്നത്, അതായത് നമുക്ക് ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനുണ്ടാകുന്ന കോസ്റ്റ് കൂടുന്നത്. 3, ഫ്യൂവലിൻ്റെ പ്രൈസ് ഇൻക്രീസ്, പെട്രോൾ ഡീസൽ വിലകൾ കൂടുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടും. ആ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ റിഫ്ലക്റ്റഡ് ആവും. ഇനി 4മത്തേന്ന് പറഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള മണി, ആൾക്കാരുടെ കയ്യിൽ എക്സസ് മണി ആകുമ്പോൾ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള റീസൺസ് കൂടും. സോ ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ എഫക്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്നുള്ളതാണ്. അതായത് ഇൻഫ്ലേഷൻ കൊണ്ടുണ്ടാകുന്ന എഫക്റ്റ്, പോസിറ്റീവ് എഫക്റ്റും ഉണ്ട്, നെഗറ്റീവ് എഫക്റ്റും ഉണ്ട്. പോസിറ്റീവ് എഫക്റ്റിലേക്ക് വരികയാണെങ്കിൽ നോർമലി പ്രൈസ് കൂടുമ്പോൾ അത് മാനുഫാക്ചറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബിസിനസ് മാനെ സംബന്ധിച്ച് അവരുടെ പ്രോഫിറ്റ് കൂടും. 2, പ്രൊഡ്യൂസേഴ്സിന് എന്ത് ചെയ്യും? പ്രൊഡ്യൂസേഴ്സ് മേ ഇൻക്രീസ് പ്രൊഡക്ഷൻ ലീഡിങ് ടു എക്കണോമിക് ഗ്രോത്ത്. അപ്പം പ്രൈസിന് സാധനങ്ങൾക്ക് വില കൂടുന്നു, അപ്പോൾ ആൾക്കാർ വാങ്ങാൻ റെഡി ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? പ്രൊഡ്യൂസേഴ്സ് വീണ്ടും സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. പ്രൊഡക്ഷൻ കൂടുമ്പോൾ അത് നമ്മുടെ എക്കോണമി, നമ്മുടെ GDPയുടെ ഇൻക്രീസിലേക്ക് നയിക്കും. ഇനി നെഗറ്റീവ് എഫക്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, സാധനങ്ങളുടെ വില കൂടുകയാണ്. നോർമലി സാലറി കിട്ടി ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് സാധനങ്ങളുടെ വില കൂടുന്നു, നമ്മുടെ സാലറിയിൽ ഇൻക്രീസ് ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ്, നമുക്ക് ഡെയിലി ജീവിക്കാനുള്ള നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻക്രീസ് ആവും. നമുക്ക് ചിലവുകൾ, നമ്മുടെ ഡെയിലി നമുക്ക് ജീവിക്കാനുള്ള നമ്മുടെ ചിലവ് കൂടുകയാണ്. അതൊരു റീസണാണ്. 2മത്തേതെന്ന് പറയുന്നത് സേവിങ്സ് ലോസ് വാല്യൂ, നമ്മുടെ സേവിങ്സ് കുറയും. അതായത് പണ്ട് നമുക്ക് ഒരു സാധനം വാങ്ങാൻ 100 രൂപ, 3 ഐറ്റംസ് വാങ്ങാൻ നമുക്ക് 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമുക്ക് 100 രൂപയ്ക്ക് 2 ഐറ്റമേ വാങ്ങാൻ പറ്റുന്നുള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 3മത്തെ ഐറ്റം വാങ്ങാൻ നമ്മൾ അഡീഷണൽ ഒരു കുറച്ചുകൂടെ ക്യാഷ് എന്ത് ചെയ്യുന്നു വരുന്നു? സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അത് നമ്മുടെ സേവിങ്സിനെ കുറയ്ക്കും. പണ്ട് നമ്മൾ ആ എമൗണ്ട് സേവ് ചെയ്യായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇനി 3മത്തെ ഫിക്സഡ് ഇൻകം പീപ്പിൾ സഫർ. അതാണ് ഞാൻ പറഞ്ഞത്. റെഗുലറായിട്ട് പെൻഷൻ കിട്ടി ജീവിക്കുന്നവർ, അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ട് സാലറി കിട്ടി ജീവിക്കുന്നവർ, റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ ഇൻകം ഫിക്സഡ് ആണ്. അവരുടെ ഇൻകം കൂടുന്നില്ല, ആ ഫിക്സഡ് എമൗണ്ട്. പക്ഷേ എന്ത് സംഭവിക്കും? സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് കൂടുന്നു. അവരെ സംബന്ധിച്ച് ഇതൊരു ബുദ്ധിമുട്ടാണ്. ആൻഡ് അതുപോലെ തന്നെ മിഡിൽ ക്ലാസ് ആൾക്കാരെ സംബന്ധിച്ച്, സാധാരണ ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ജീവിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സാധനങ്ങളുടെ വില കൂടുന്നത് കൊണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. അപ്പം വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് വരാം. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുടെ കാണുന്നവരെ ടാറ്റാ ബൈ.